കോഴിക്കോട് രണ്ടാം ഗേറ്റിൽ സ്വകാര്യ ബസിന്റെ ചില്ലു തകർത്ത ഡ്രൈവറുടെ ലൈസൻസ് 1 വർഷത്തേക്ക് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കടുപ്പയിൽ ബസിന്റെ ഡ്രൈവർ മുസ്തഫയാണ് മനുഷ്യ ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്തത്. ഡ്രൈവറായ അഖിൽരാജിനും യാത്രക്കാരിക്കും പരിക്കേറ്റിരുന്നു. ഇംതിയാസ് കരീമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്? പൂജ, ഗുഡ് മോർണിംഗ്. പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടുപ്പയിൽ ബസിന്റെ ഡ്രൈവറായിട്ടുള്ള മുസ്തഫയ്ക്ക് കോഴിക്കോട് ചെലവൂർ സ്വദേശിയാണ് മുസ്തഫയുടെ ലൈസൻസ് 1 വർഷത്തേക്ക് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം കോഴിക്കോട് രണ്ടാം ഗേറ്റിൽ നടക്കുന്നത്. 2 ബസ്സുകൾ, മനിർഷ എന്ന ബസ്സും കടുപ്പയിൽ എന്ന ബസ്സും, ഈ 2 ബസ്സുകളും കോഴിക്കോട് സിവിൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ്. സമയക്രമത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇവർ തമ്മിലൊരു തർക്കത്തിലേക്ക് എത്തുന്നത്. അതായത് രാവിലെ 10 മണിക്ക് എടുക്കേണ്ട ബസ് കുറച്ച് നേരത്തെ എടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന തർക്കമാണ്. അങ്ങനെ ഈ കടുപ്പയിൽ ബസിന്റെ ഡ്രൈവറായിട്ടുള്ള മുസ്തഫ വളരെ രോഷത്തോടു കൂടി ബസ്സിൽ നിന്ന് പുറത്തിറങ്ങുകയും കല്ലെടുത്ത് ബസിന്റെ മുൻഭാഗത്തെ ചില്ലിന് എറിയുകയും ചെയ്തു. ചില്ല് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. എന്നാൽ അതിലും ഗൗരവമുള്ളൊരു കാര്യം, അതിലുണ്ടായിരുന്ന ഡ്രൈവർ, ഈ മനിർഷ ബസിന്റെ ഡ്രൈവറായിട്ടുള്ള അഖിൽ രാജിന് അതിൽ പരിക്ക് പറ്റി. ആ സമയത്ത് ബസ്സിൽ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരിക്കും പരിക്ക് പറ്റിയിരുന്നു. പിന്നാലെ തന്നെ ഈ അഖിൽ രാജ് അവിടെ നിന്ന് ഡ്രൈവർ ഓടിക്കളയുകയും ചെയ്തിരുന്നു. പിന്നാലെ പോലീസ് എത്തി, ടൗൺ പോലീസ് എത്തി 2 ബസ്സുകളും കസ്റ്റഡിയിലെടുത്ത് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ മുസ്തഫയെ, ചെലവൂർ സ്വദേശിയായിട്ടുള്ള മുസ്തഫയെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഇവരുടെ ലൈസൻസ് 1 വർഷത്തേക്ക് കൂടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഇനി സമയക്രമവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും, ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ നടപടി ഉണ്ടാവുമെന്നും, ഈ ബസ്സിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉടനെ ശരിയാക്കണമെന്നും പോലീസ് 2 ബസ് ഉടമകളോടും നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് മാതൃകാപരമായ നടപടിയാണ്. അതോടൊപ്പം മോട്ടോർ വാഹന വകുപ്പും എടുത്തിരിക്കുന്നത് കൃത്യമായ നടപടി തന്നെയാണ്. പൂജ, ശരി. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.